for the body of Christ. മൂന്നാമത് ദൈവസഭയാകുന്ന ശരീരത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നു. Let us turn to Colossians chapter 1 verse 24. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. Colossians 1:24. കൊലോസ്യ ലേഖനം 1:24. Who now rejoice in my suffering for you, and fill up that which is behind of the affliction of Christ in my flesh, for his body's sake, which is the church. Yes. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. When we study this subject, we should understand that Jesus Christ has suffered for our sins already. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടം കർത്താവായ യേശു സഹിച്ചു കഴിഞ്ഞു. For all the human being, Jesus Christ suffered. എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് കർത്താവായ യേശു കഷ്ടം അനുഭവിച്ചത്. That's why John the Baptist looking at it said, "Behold the Lamb of God that takes away the sin of the world." അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. So for our forgiveness from sin, nobody need to suffer. അതുകൊണ്ട് നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ ആരും കഷ്ടപ്പെടേണ്ട ആവശ്യം ഇനിയില്ല. But for the ministry's sake, for the body of Christ, we have to suffer. എന്നാൽ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി ശുശ്രൂഷ സംബന്ധമായി നമ്മൾ തീർച്ചയായും കഷ്ടം അനുഭവിച്ചേ മതിയാവൂ. Ephesians chapter 2 verse 20 to 22. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22 മുതൽ വാക്യം 20 മുതൽ 22 വരെ. Ephesians chapter 2 verse 20 to 22. എഫേസ്യ ലേഖനം 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. And are built upon the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone, in whom all the building fitly framed together groweth unto an holy temple in the Lord, in whom also are builded together for an habitation of God through the Spirit. ക്രിസ്തു യേശു തന്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. The other day I told you how Jesus Christ has become the cornerstone of the building of the church of God. കഴിഞ്ഞ ദിവസം ദൈവസഭയുടെ മൂലക്കല്ലായി കർത്താവായ യേശു തീർന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. Here the church is explained as a building. ഇവിടെ സഭയെ ഒരു കെട്ടിടമായിട്ട് നമ്മെ വിശദീകരിക്കുകയാണ്. So cornerstone is not with the cornerstone the complete building has not come. അത് ഒരു മൂലക്കല്ല് കൊണ്ട് കെട്ടിടം മുഴുവൻ പൂർത്തിയാകുന്നില്ല. With a cornerstone, the work of the building is not completed. മൂലക്കല്ലിട്ടത് കൊണ്ട് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകുന്നില്ല. Cornerstone is one of the stone. അനേക കല്ലുകളിൽ ഒന്ന് മാത്രമാണ് മൂലക്കല്ല്. And with the cornerstone, the work started. മൂലക്കല്ലിടുമ്പോൾ പണി ആരംഭിക്കുക മാത്രമാണ് ചെയ്യുന്നത്. Then we find the foundation stones and so many other stones. അതോടൊപ്പം തന്നെ അടിസ്ഥാന കല്ലുകൾ വേറെയുണ്ടെന്ന് നമുക്കറിയാം. So as a cornerstone, Jesus Christ took away the sin of the whole world upon himself. ദൈവസഭയുടെ മൂലക്കല്ലെന്ന നിലയിൽ ആമേൻ സകല ലോകത്തിന്റെ പാപങ്ങളെ കർത്താവ് പോക്കി പാപപരിഹാരമുണ്ടാക്കി. But now the ministry is continuing. എന്നാൽ ഇപ്പോൾ ആ ശുശ്രൂഷ തുടരുകയാണ്. Jesus Christ just started the ministry. കർത്താവ് ശുശ്രൂഷ തുടങ്ങി വെച്ചു. And now we have to go and bring stones. എന്നാൽ ഇനി അത് തുടരുവാൻ നമ്മൾ പോയി കല്ലുകൾ കൊണ്ടുവരണം. Now when we do that, we should understand what is the present position of the world. അങ്ങനെ കല്ലുകൾ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഈ ലോകത്തിന്റെ വർത്തമാനകാല സാഹചര്യം നമ്മൾ തിരിച്ചറിയണം. 1 John chapter 5 verse 19. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 1 John chapter 5 verse 19. 1 യോഹന്നാൻ 5:19. And we know that we are of God, and the whole world lieth in wickedness.
നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. After the fall of Adam, the whole world is under the influence of Satan. ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷം സർവ്വലോകവും സാത്താന്റെ അധീനതയിൽ കിടക്കുകയാണ്. God made Adam and gave him dominion over all the world. ഈ സകല സൃഷ്ടികളിൽ മേലും അടക്കി വാഴുവാൻ വേണ്ടിയാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. But when Adam became a slave of Satan, the whole world has come under the influence of Satan. എന്നാൽ ആദാം സാത്താന്റെ അടിമയായി തീർന്നു കഴിഞ്ഞപ്പോൾ സർവ്വലോകവും ആ ദുഷ്ടന്റെ അധീനതയിലായി തീർന്നു. That's why when Satan come to tempt Jesus Christ, he says, the whole world is with me. അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിച്ച സമയത്ത് സാത്താൻ പറഞ്ഞത്, ഈ സർവ്വലോകവും എന്റെ അധീനതയിൽ കിടക്കുകയാണ്. And whomsoever I would like to give, I give. അതെ, എനിക്ക് ആഗ്രഹമുള്ള ആരോ അവർക്ക് ഞാനിത് കൊടുക്കുവാൻ എനിക്ക് കഴിയുമെന്ന്. That's why Jesus Christ says, John chapter 14 verse 30. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ 30-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത്, John 14:30. യോഹന്നാൻ 14:30. Hereafter I will not talk much with you, for the prince of this world cometh and hath nothing in me. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. So the whole world, Jesus Christ also confirms here that the whole world is under Satan's control. ലോകത്തിന്റെ പ്രഭു എന്ന വാക്കിലൂടെ യേശുവും ഉറപ്പിച്ചു പറയുകയാണ്, സർവ്വലോകവും ആ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന്. And then 2 Corinthians chapter 4 verse 4. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ There Paul says, അവിടെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, John 2 Corinthians chapter 4 verse 4, in whom the God of this world hath blinded the minds of them which believe not, lest the light of the glorious gospel of Christ, who is the image of God, should shine unto them. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. So Jesus Christ said, all power in heaven and earth is given to me. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണെന്ന്. Therefore go and make disciples. അതുകൊണ്ട് നിങ്ങൾ പോയി ശിഷ്യരെ ഉണ്ടാക്കുക എന്ന് യേശു കൽപ്പിച്ചു. Where are these people? എവിടെയാണ് ഈ ആളുകൾ കിടക്കുന്നത്? They are under the influence of Satan. അവരെല്ലാം സാത്താന്റെ അധീനതയിൽ കിടക്കുകയാണ്. All of them are blinded by Satan. അവരെല്ലാവരും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. How they are blinded? എങ്ങനെയാണ് അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? They are blinded. They are not able to see about the need of their spirit and soul. They are only able to see the material needs. അവരുടെ ആത്മാവിന്റെ ആവശ്യമെന്ത് കാണുവാനുള്ള കാഴ്ച അവർക്കില്ലാതെ അവരുടെ ഭൗതിക ആവശ്യങ്ങളിൽ മാത്രം അവർ ശ്രദ്ധ പതിപ്പിച്ച് ജീവിക്കുകയാണ്. That is how Satan blinded the whole people. അങ്ങനെയാണ് ലോകത്തിലുള്ള സകല ആളുകളെയും പിശാച് അന്ധരാക്കി വെച്ചിരിക്കുന്നത്. They only just worried about the needs of their physical body. അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. So if you look at all religious people, including Christians and now the present believers also, just they need a God to solve their physical needs. എല്ലാ മതക്കാരെയും നമ്മൾ പഠിച്ചാൽ, ക്രിസ്ത്യാനികളടക്കം നമ്മുടെ ദൈവമക്കളടക്കം, അവരെ ദൈവത്തെ സേവിക്കുന്നത് അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയാണ്. Very few have an understanding that I have a need for my soul and spirit. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ എൻ്റെ ആത്മാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നത് എന്ന ബോധ്യമുള്ളൂ. So Satan blinded the eyes of the people. അത് പിശാച് സകല മനുഷ്യരുടെ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. So when Satan robbed all the people, our ministry is to go and fight against the enemy Satan. അങ്ങനെ സാത്താൻ സകലരെയും അധീനരാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശത്രുവായ സാത്താനെ ഫൈറ്റ് ചെയ്ത് അവരെ വിടുവിക്കുക എന്നുള്ളതാണ്. It is not an easy job. അതൊരു എളുപ്പമുള്ള പണിയൊന്നുമല്ല. It cannot be done through psychology. അത് സൈക്കോളജി പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. The other day I told you we should preach to the people so that they may be convinced in their spirit. ആമേൻ. ആത്മാവിൽ അവർ ബോധ്യമുള്ളവരാകത്തക്കവണ്ണം നമ്മൾ വചനം പ്രസംഗിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു. When I taught you about the spirit, in the spirit
there is an organ called conscience. ഞാൻ ആത്മാവിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ അതിനൊരു പ്രത്യേക ഭാഗമുണ്ട്, സുബോധത്തിന്റെ അവസ്ഥ, മനസാക്ഷി. So we should preach to the world, to the people, so that they may be convinced in their conscience. അവരുടെ മനസാക്ഷിക്ക് ബോധ്യമാകത്തക്കവണ്ണം വേണം നമ്മൾ വചനം പ്രസംഗിക്കുവാൻ. So for that we have to deliver them from the custody of satanic forces. അങ്ങനെ നമ്മൾ സാത്താന്റെ അധീനതയിൽ നിന്ന് അവരെ നമുക്ക് വിടുവിച്ചെടുക്കാൻ കഴിയും. 2 Corinthians chapter 10, 2 കൊരിന്ത്യർ 10 അധ്യായം verse 3 and 4, Paul says how they were ministering. 3-4 വാക്യങ്ങളിൽ എങ്ങനെയാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. 2 Corinthians chapter 10 verse 3 and 4. 2 കൊരിന്ത്യർ 10:3-4 വാക്യങ്ങളിൽ, For though we walk in the flesh, we do not war after the flesh. For the weapons of our warfare are not carnal, but mighty through God to the pulling down of strongholds. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. So those days, how the saints were fighting. കഴിഞ്ഞ കാലങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് വിശുദ്ധന്മാർ യുദ്ധസേവ ചെയ്തത് എന്നാണ് എഴുതിയിരിക്കുന്നത്. They were pulling down the stronghold of the enemy. അവർ ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞത് എങ്ങനെയാണ്? They were pulling down the stronghold of the enemy. അവർ ശത്രുവിന്റെ കോട്ടകൾ ഇടിച്ചു കളയുകയായിരുന്നു. It is not just preaching the word of God. അത് വചനം പ്രസംഗിച്ചതുകൊണ്ട് മാത്രമല്ല ചെയ്തത്. First they used to pull down the strongholds. ഒന്നാമത് അവർ കോട്ടകളെ ഇടിച്ചു കളയേണ്ടിയിരുന്നു. We find the first century saints started the ministry in the temple. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ശുശ്രൂഷ ആരംഭിച്ചത് ദേവാലയങ്ങളിലാണ്. They started the ministry in the temple. ആലയത്തിലാണ് അവരുടെ ശുശ്രൂഷ അവർ ആരംഭിച്ചത്. Which temple? ഏതാലയത്തിൽ? From which temple the priests and Pharisees all together made plans to crucify Christ. യേശു കർത്താവിനെ ഏത് ആലയത്തിൽ വെച്ചാണോ പരീശന്മാരും പുരോഹിതന്മാരും ഗൂഢാലോചന നടത്തി കൊല്ലുവാൻ ആലോചിച്ചത്, അതേ ആലയത്തിൽ നിന്നാണ് അവർ ശുശ്രൂഷ ആരംഭിച്ചത്. The stronghold of Satan at that time was the temple of people of Israel. ആ കാലഘട്ടത്തില് ശത്രുവിന്റെ കോട്ട എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആലയമായിരുന്നു. You have any doubt? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ആ വിഷയത്തില്? Jesus Christ went into the temple and said, my father's house is called the house of prayer, but you made it a den of thieves. കർത്താവായ യേശുക്രിസ്തു ആലയത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്ന്. So all rituals, formalities were continuing there. എല്ലാ ചടങ്ങുകളും ആചാരങ്ങളും അവിടെ തുടരുന്നുണ്ടായിരുന്നു. In the morning sacrifice is there. പ്രഭാതയാഗം അവിടെ ഉണ്ടായിരുന്നു. Evening sacrifices are there. സന്ധ്യായാഗം ഉണ്ടായിരുന്നു. And then people, whenever some people commit sin, they bring sacrifices. ആളുകൾ പാപം ചെയ്യുമ്പോഴെല്ലാം അവർ പാപയാഗം കൊണ്ടുവരുമായിരുന്നു. And all the feasts are properly conducted there. എല്ലാ ഉത്സവങ്ങളും വേണ്ടതുപോലെ നടക്കുന്നുണ്ടായിരുന്നു. People from far away countries used to come there for the feast. ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഉത്സവത്തിനായി ആളുകൾ വരുമായിരുന്നു. So people from outside think that everything is all right. അതുകൊണ്ട് പുറമേയുള്ള ആളുകൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്നാണ്. But inside, in the glory, in the holy of holies, Almighty God was not there. എന്നാൽ അകത്ത് വിശുദ്ധിയിൽ ഉന്നതനായ ദൈവം, സർവശക്തനായ ദൈവം അവിടെ ഉണ്ടായിരുന്നില്ല. In the holy place, God was not there. ആമേൻ. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. Then when God was not there, who was there? ആമേൻ. ദൈവം അവിടെ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? Satan was there. സാത്താനാണ് അവിടെ ഉണ്ടായിരുന്നത്. Satan has taken over people of Israel. അങ്ങനെ സാത്താൻ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കയ്യിലെടുത്തു. That's why they said, away with this man, crucify him. അതുകൊണ്ടാണ് ആളുകൾ കരഞ്ഞത്, ഈ മനുഷ്യനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന്. So who was there? അതുകൊണ്ട് ആരാണ് ആലയത്തിൽ ഉണ്ടായിരുന്നത്? Satan. സാത്താൻ. In order to betray Jesus Christ, they called Iscariot Jude into the temple. ആമേൻ. യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ ആലയത്തിൽ വെച്ചാണ് യൂദായെ പിടിച്ചെടുത്തത്. And from the money of the temple,
they gave him 30 pieces of silver. ആലയത്തിലെ പണം 30 വെള്ളിക്കാശ് എടുത്ത് അവർ യൂദായ്ക്ക് കൊടുത്തു. So with the money of the temple they killed Jesus Christ, crucified Jesus Christ. Then you can understand who was there. ആലയത്തിലെ പണമെടുത്ത് യേശു കർത്താവിനെ ക്രൂശിക്കാൻ അവർ ചെലവഴിച്ചെങ്കിൽ ആരാണ് ആലയത്തിൽ ഉണ്ടായിരുന്നത്? Satanic forces. സാത്താന്യ ശക്തികളാണ് അവിടെ ഉണ്ടായിരുന്നത്. So therefore they started the ministry in the temple. അതുകൊണ്ട് അവർ ആ കോട്ടയ്ക്കകത്ത് തന്നെ ശുശ്രൂഷ ആരംഭിച്ചു ആദ്യകാല വിശുദ്ധന്മാർ. Hallelujah. Praise the Lord. Where did they start the ministry? എവിടെയാണ് അവർ ശുശ്രൂഷ ആരംഭിച്ചത്? In the temple. ആ ആലയത്തിൽ തന്നെ. If you read in the Acts of Apostles, we find they were going to the temple often. പലപ്പോഴും അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവർ തുടർമാനമായി ആലയത്തിൽ പോകുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. See chapter 3 verse 1. മൂന്നാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Acts chapter 3 verse 1. അപ്പോസ്തല പ്രവൃത്തി 3:1. Now Peter and John went up together into the temple at the hour of prayer, being the 9th hour. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, here we read 9 o'clock, that means 3 o'clock in the afternoon. ഇവിടെ നമ്മൾ വായിക്കുന്ന 9-ാം മണിനേരം എന്നുള്ളത് ഉച്ച കഴിഞ്ഞ് നമ്മുടെ 3 മണിയാണ്. 3 o'clock they are going there and hour of prayer. 3 മണിക്ക് പ്രാർത്ഥനാ സമയമായതുകൊണ്ട് അവർ ആലയത്തിലേക്ക് പോകുന്നു. In the Jewish temple there is no prayer hour. ആമേൻ. ദേവാലയത്തില് ഒരു പ്രാർത്ഥനാ സമയമില്ല. There is time of sacrifices. അവിടെ യഹൂദന്മാരുടെ ആലയത്തിനകത്ത് യാഗത്തിന്റെ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. So in the morning sacrifice there, evening sacrifice is there. പ്രഭാതയാഗമുണ്ട്, സന്ധ്യായാഗമൊക്കെ അവിടെയുണ്ട്. So Peter and John are the first century saints decided, yes, we have a quiet time in the afternoon. അതുകൊണ്ട് പത്രോസ് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ പത്രോസ് യോഹന്നാൻ വിചാരിച്ചു നമുക്ക് ശാന്തമായ ദിവസം ചിലവഴിക്കുവാൻ ചില സമയങ്ങൾ വേണമെന്ന്. So they found that 3 o'clock is the right time. അതുകൊണ്ട് 3 മണി നേരമാണ്, 3 മണിക്കാണ് അവർ ആ സമയം കണ്ടെത്തിയത്. Where they are praying? എവിടെയാണ് അവർ പ്രാർത്ഥിക്കാൻ പോയത്? In the temple. ആലയത്തിന്റെ അകത്ത്. In the stronghold of Satan. സാത്താന്റെ കോട്ടയ്ക്കകത്താണ് അവർ പ്രാർത്ഥിക്കാൻ പോയത്. Hallelujah. Praise the Lord. What we are doing these days? എന്നാൽ ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്യുന്നത്? Satan, you do your business there. We will be having our work here in other way. സാത്താനെ നീ നിന്റെ കാര്യം നിന്റെ സ്ഥലത്ത് ചെയ്തോ, ഞങ്ങൾ വേറെ വഴിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നു. We don't want to disturb you, Satan. സാത്താനെ നിന്നെ ഒരിക്കലും ശല്യപ്പെടുത്താൻ ഞങ്ങളില്ല. You have your worship, you have your program, you have everything. We holy people will gather somewhere far away. നിനക്ക് നിന്റെ ആരാധന രീതികളും ചട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീ അവിടെ നടത്തിക്കോ. ഞങ്ങൾ വിശുദ്ധന്മാർ ഇങ്ങോട്ട് വേർപെട്ട് മാറി ആരാധിച്ചോളാം. Are we not doing that way? അങ്ങനെയല്ലേ നമ്മൾ ഈ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? That's why Satan's stronghold is increasing. അതുകൊണ്ടാണ് സാത്താന്റെ കോട്ടകൾ ഇങ്ങനെ വർദ്ധിക്കുന്നത്. But first century saints' concern was we will pull down the stronghold of the enemy. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ ചിന്ത എങ്ങനെയെങ്കിലും സാത്താന്റെ കോട്ടകൾ ഇടിക്കണമെന്നുള്ളതായിരുന്നു. Many people think that, oh, Kerala, there will be no persecution. പലരും ചിന്തിക്കുന്ന കേരളത്തിലെ പീഡനമൊന്നുമില്ലല്ലോ എന്നാണ്. Little bit persecution here and there. അവിടെ എവിടെയും ചെറുതൊക്കെ ഉണ്ടെന്നല്ലാതെ പീഡനം കാര്യമായിട്ടൊന്നുമില്ല. But friends, by tomorrow if you start real ministry, you will know the music of persecution. എന്റെ പ്രിയ സഹോദരന്മാരെ, നാളെ മുതൽ നിങ്ങളെ ശരിയായ ശുശ്രൂഷ ആരംഭിക്കാമെങ്കിൽ ഉടനെ പീഡനവും ആരംഭിക്കും. You need not wait for the day you start true ministry, persecution will start. ശരിയായ രീതിയിൽ ശുശ്രൂഷ ആരംഭിക്കാമെങ്കിൽ ഉടനെ പീഡനവും ആരംഭിക്കും. Now Satan is not disturbed. Satan says, okay friends, you be happy there, I am happy here, let's carry on like that. ഇപ്പോൾ സാത്താന് യാതൊരു ശല്യവുമില്ല. അതുകൊണ്ട് സാത്താൻ പറഞ്ഞ സഹോദരന്മാരെ നിങ്ങൾ എന്താണെന്ന് ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ്. But first century saints were not like that. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധന്മാർ അങ്ങനെയല്ലായിരുന്നു. See, in the 3rd chapter we read that Peter and John went into the temple for prayer. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പത്രോസ് യോഹന്നാനും പ്രാർത്ഥനയ്ക്കായിട്ട് ആലയത്തിലേക്ക് ചെന്നു എന്നാണ്. Then again we come to the 5th chapter. വീണ്ടും നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് വരാം. There also we find they were worshiping the Lord in the Solomon's porch.
അവിടെ ശലോമോന്റെ മണ്ഡപത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാം. We read Acts chapter 5 verse 12. 5-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 5-ന്റെ 12-ാമത്തെ വാക്യം. And by the hands of the apostles were many signs and wonders wrought among the people, and they were all with one accord in Solomon's porch. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. See, Solomon's porch is part of the temple. ശലോമോന്റെ മണ്ഡപം എന്ന് പറഞ്ഞാൽ അത് ആലയത്തിന്റെ ഒരു ഭാഗമാണ്. There they are conducting meeting. അവിടെയാണ് അപ്പോസ്തലന്മാർ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. There people bring their sick people and they are being healed. അവിടെയാണ് രോഗികളെ കൊണ്ടുവന്ന് രോഗശാന്തി ശുശ്രൂഷയൊക്കെ നടക്കുന്നത്. Can you imagine the situation? നിങ്ങൾക്ക് ആ സാഹചര്യം സങ്കല്പിക്കാൻ പറ്റുമോ? Priest is sitting there in the temple. ആലയത്തിന്റെ അകത്ത് പുരോഹിതൻ ഇരിക്കുന്നുണ്ട്. People are coming with the sacrifices. ആളുകൾ യാഗവുമായിട്ട് അവിടെ വരുന്നുണ്ട്. Then at that time some people coming with the sick people. അപ്പോൾ തന്നെ ചില ആളുകൾ രോഗികളെ കൊണ്ടുവരികയാണ്. Then they are coming and asking the priest. അവര് വന്ന് പുരോഹിതനോട് ചോദിക്കുന്നു, where are those people who are praying for the sick? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ആളുകൾ എവിടെയാണെന്ന് പുരോഹിതനോട് ചോദിക്കുന്നു. The priest knows who are they that are praying. Priest knows who are the people they are praying for the sick. പുരോഹിതന്മാർക്കും അറിയാം ആരാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെന്ന്. So when the priests see these people coming one after another, then they get so much agitated. അങ്ങനെ ആളുകൾ രോഗശാന്തിക്ക് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി അവിടെ വരുന്നത് കണ്ട് അവർക്ക് ആകപ്പാടെ അസ്വസ്ഥതയായി. So there we find verse 15, 16 onwards we read chapter 5, 15, 16. In so much that they brought forth the sick into the streets and laid them on bed coaches at the least the shadow of Peter passing by might overshadow of them. There came also multitude of the cities round about Jerusalem, bringing sick folks and them which were vexed with unclean spirit and were healed. Then the high priest rose up and all they that were with them, with him, which is the sect of the Sadducees, and were filled with indignation, and laid their hands on the apostles and put them in the common prison. But the angel of the Lord by night opened the prison doors and brought them forth. Go and stand and speak in the temple to the people all the words of the life. Up to 20 from 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരനായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ചു പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. Hallelujah. Praise the Lord. Where they are praying for the sick? എവിടെയാണ് അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? In Guruvayurappan temple. ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിന്റെ അകത്ത്. Hallelujah. Praise God. Sai Baba temple. സായിബാബ ക്ഷേത്രത്തിന്റെ അകത്ത്. Is it possible today? ഇന്നത് നടക്കുമോ? If you start doing that, persecution will start. നിങ്ങൾ അത് ആരംഭിച്ചാൽ ഉടനെ പീഡനവും ആരംഭിക്കുകയാണ്. Will start or not? അത് തുടങ്ങുമോ ഇല്ലോ എന്നാ ചോദിക്കുന്നത്. പീഡനം ആരംഭിക്കുമോ? ആരംഭിക്കുമോ? Praise the Lord. First century saints were always concentrating on pulling down the strongholds of the enemy. ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ശത്രുവിന്റെ കോട്ടകൾ ഇടിക്കുന്നതിലായിരുന്നു. Hallelujah. Hallelujah. So it was not a difficult thing for them to catch apostles. അതുകൊണ്ട് അവർക്ക് അപ്പോസ്തലന്മാരെ പിടിക്കുക എന്നുള്ള അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു. Where are they? അവരെവിടെയാണ്? In the temple. അവർ ആ ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെയുണ്ട്. Hallelujah.
They are carrying on the ministry in the temple itself. അവർ ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. They didn't bother what priests are doing. അവരൊരിക്കലും ചിന്തിച്ച് വിചാരപ്പെട്ടില്ല പുരോഹിതൻ എന്ത് വിചാരിക്കുന്നു. They didn't bother whether these priests are going to kill us. ഈ പുരോഹിതന്മാർ ഞങ്ങളെ പിടിച്ച് കൊല്ലുമോ ഇല്ലയോ ഒന്നും ചിന്താഭാരം അവർക്കുണ്ടായിരുന്നില്ല. They had the power of God bubbling in them to pull down the stronghold of the enemy. ശത്രുവിന്റെ കോട്ടകളെ ഇടിക്കുവാനുള്ള ആത്മശക്തി അവരുടെ അകത്ത് തിളച്ചു മറിയുകയായിരുന്നു. Hallelujah. Praise the Lord. They were full of power of the Holy Ghost. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞുണ്ടായിരുന്നു. Therefore they didn't bother whether Anna, Caiaphas and King Herod will come and kill them. അന്നാവോ കയ്യപ്പാവോ ഹെരോദ രാജാവോ വന്ന് നിങ്ങളെ കൊല്ലുമെന്നുള്ള ചിന്താഭാരമൊന്നും അവരെ ലവലേശം തൊട്ട് തീണ്ടിയിട്ടില്ല. They knew the cornerstone has suffered. അവർക്കറിയാം ആലയത്തിന്റെ മൂലക്കല്ല് കഷ്ടത അനുഭവിച്ച കല്ലാണെന്ന്. And I being another stone, I must also suffer. അതുകൊണ്ട് ആ കല്ലിന്റെ ചേർത്ത് പണിയപ്പെടുന്ന ഞാനും കഷ്ടത അനുഭവിക്കപ്പെടേണ്ടവനാണ്. If he has started the ministry, I must continue the ministry. ആ യേശുവാണ് ശുശ്രൂഷ തുടങ്ങിയതെങ്കിൽ ആ ശുശ്രൂഷ ഞാൻ തുടരേണ്ടതാണ്. That's why they suffered. അതുകൊണ്ടാണ് അവർ കഷ്ടത അനുഭവിച്ചത്. They were preaching in the temple. അവര് ആലയത്തിനകത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. Then they got indignation. They got full of jealousy. ആമേൻ. അവര് മറ്റുള്ളവർ അത് കണ്ട് അസൂയ നിറഞ്ഞവരായി. Then they caught them and put them in the prison. അവരെ പിടിച്ച് ജയിലിലാക്കി, തടവിലാക്കി. Then again the angel came and opened the prison and said, "Go to the same place." അതുകൊണ്ട് എന്നാൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവരെ ജയിലിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അതേ സ്ഥാനത്തേക്ക് തന്നെ പോകുക എന്ന്. They are not running away. അവരൊരിക്കലും അവിടെ നിന്ന് ഓടിപ്പോയില്ല. See, chapter 23 onwards, same chapter 5 verse 23 onwards, and saying അപ്പോസ്തല പ്രവൃത്തി 5:23 മുതൽ നമുക്ക് വായിക്കാം. Saying the prison truly found we shut with all safely and keepers standing without before the doors, but when we had opened we found no man within. Now when the high priest and the captain of the temple and the chief priest heard these things, they doubted of them whereunto this would grow. Then came one and told them, saying, Behold, the men whom ye put in prison are standing in the temple and teaching the people. Then went the captain with the officers and brought them without violence, for they feared the people, lest they should have been stoned. And when they had brought them, and they set them before the council and the high priest, and said, saying, Did not we straitly command you that you should not teach in this name? And behold, you fill Jerusalem with your doctrine, and intend to bring this man's blood upon us. Up to 28. From 22 to 28. 23 മുതൽ 28 വരെ, 22 മുതൽ 28 വരെ. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതനും ഇത് എന്തായി തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നെന്ന് ബോധിപ്പിച്ചു. പടനായകൻ ചേവകരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. Hallelujah. Praise the Lord. What they are preaching? എന്താണ് അവർ പ്രസംഗിച്ചത്? These priests are crucified Christ. ഈ പുരോഹിതന്മാർ യേശു കർത്താവിനെ ക്രൂശിച്ചു. Praise God. These priests are crucified the anointed. അതെ, ഈ പുരോഹിതന്മാരാണ് അഭിഷിക്തനെ ക്രൂശിച്ചത്. Praise God. How happy they would be, the priests. അതൊക്കെ പ്രസംഗിച്ചാൽ ആർക്കാണ് സന്തോഷമുണ്ടാവുക? Therefore the priest said, you want to bring the blood of that man upon us? അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, നിങ്ങൾ ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ശ്രമിക്കുകയാണോ എന്ന്. Hallelujah. Praise the Lord. That is the power of the Holy Ghost. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്.
Power of the Holy Ghost is not just speaking in tongue. പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത് വെറും അന്യഭാഷ പറയുന്നത് മാത്രമല്ല. We find sick people were on the street. നമ്മൾ കാണുന്നത് രോഗികൾ തെരുവിലൂടെ കിടക്കുകയാണ്. All healthy people inside listening the word of God. എല്ലാ ആരോഗ്യമുള്ള ആളുകളും ദൈവത്തിന്റെ വചനം അകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. What's happening today? ഇന്നെന്താ സംഭവിക്കുന്നത്? We call, healers call, all bring people come, bring sick people. ഇന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താണ്? രോഗികളെ കൊണ്ടുവരിക എന്നാണ്. The preaching is on the sick people. ആമേ, രോഗികളോടാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത്. Healthy people are in the liquor shop and doing everything. ആരോഗ്യമുള്ളവർ കള്ളുഷാപ്പിലും മറ്റു സ്ഥലത്തൊക്കെ നടക്കുക. അങ്ങനെ What a pity. എത്രയോ ദയനീയമായ അവസ്ഥയാണ്. First century saints were preaching to the healthy people. ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ആരോഗ്യമുള്ളവരോടാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചത്. And after they preached, when they come out, sick people on the street, when their shadow fall upon them, sick people were healed. പ്രസംഗശേഷം അവർ തെരുവിലേക്ക് വന്നപ്പോൾ അവിടെ കിടക്കുന്ന രോഗിയുടെ മേൽ അവർ നിഴൽ തട്ടിയപ്പോൾ തന്നെ അവർ സൗഖ്യമാകുവാനിടയായി. That is ministry. അതാണ് ശുശ്രൂഷ. How that takes place? അതെങ്ങനെയാണ് നടന്നത്? They pulled down the stronghold of the enemy. അവർ ശത്രുവിന്റെ കോട്ടകൾ ഇടിച്ചത് കൊണ്ടാണ് അത് സാധിച്ചത്. Here we read, you have filled Jerusalem with your doctrine. നിങ്ങൾ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. This is the statement of the priest. ഇത് ആമേൻ യഹൂദന്റെ പുരോഹിതൻ പറഞ്ഞൊരു പ്രസ്താവനയാണ്. That means pull down the whole enemy stronghold. അതിന്റെ അർത്ഥം ശത്രുവിന്റെ സകല കോട്ടകളെയും ഇടിച്ച് തകർത്തു എന്നാണ്. But for that they had to suffer. അതിനുവേണ്ടി അവർക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. സത്യമാണ്. See, we read that they were beaten and they had to face many persecution. അവർ അടിക്കപ്പെട്ടു, ഒരുപാട് കഷ്ടങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Chapter 5 we read from verse 40 and 41. 40-41 വാക്യങ്ങൾ വായിക്കാം. 5ന്റെ and to him they agreed, and when they had called the apostles and beaten them, they commanded that they should not speak in the name of Jesus, and let them go. And they departed from the presence of the council, rejoicing that they were counted worthy to suffer shame in his name. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. Oh, I thank God they were volunteer to be beaten for the sake of Christ. കർത്താവിന്റെ നാമത്തിനു വേണ്ടിയിട്ട് അവർ കഷ്ടമനുഭവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമുണ്ടായി. They were happy that they are beaten. അവർ അടി കൊണ്ടതുകൊണ്ട് വളരെ സന്തോഷിച്ചു എന്നാണ് വായിക്കുന്നത്. That means they were willing to suffer for the body of Christ. അതിന്റെ അർത്ഥം ആമേൻ സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടം അനുഭവിക്കാൻ മനസ്സുള്ളവരായിരുന്നു എന്നാണ്. That's what Paul says, I rejoice for the suffering, that which is lacking in the body of Christ, I bear it on my body. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവന്റെ സഭയാം ശരീരത്തിൽ പൂരിപ്പിക്കുവാൻ ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു എന്ന്. Hallelujah. Praise the Lord. First suffering is for a personal sanctification. ഒന്നാമത് കഷ്ടത വ്യക്തിപരമായ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. Number 2 is for the comfort of other people. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ പക്കൽ സാക്ഷ്യമുണ്ടാകേണ്ടതിന് നമ്മൾ കഷ്ടം അനുഭവിക്കുന്നു. Number 3 is to pull down the stronghold of Satan. മൂന്നാമത് ശത്രുവിന്റെ കോട്ടകൾ ഇടിക്കുവാൻ നമ്മൾ ശക്തരാകേണ്ടതിനായി. Hallelujah. Praise the Lord. So my dear friends, we should come forward to pull down the stronghold of the enemy. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, ശത്രുവിന്റെ കോട്ടകളെ ഇടിക്കുവാൻ നമ്മൾ മുമ്പോട്ട് കടന്നു വരേണ്ടവരാണ്. Ephesians chapter 6 verse 10 to 12. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യത്തിലേക്ക് തിരിയാം. What the first century saints were doing. എന്താണ് ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ചെയ്തുകൊണ്ടിരുന്നത്? We should know that. നമ്മൾ അത് തീർച്ചയായും അറിഞ്ഞേ മതിയാവൂ. What the first century saints were doing. എന്താണ് ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ചെയ്തത്? Ephesians 6:10 to 12. എഫേസ്യർ 6-ന്റെ 10 മുതൽ 12 വരെ. Finally, my brethren, be strong in the Lord and in the power of his might. Put on the whole armor of God, that ye may be able to stand against the wiles of the devil. For we wrestle not against flesh and blood,
but against principalities, against powers, against the rulers of darkness of this world, against spiritual wickedness in high places. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. Hallelujah. Praise the Lord. My dear friend, we have a battle to fight. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് ചെയ്യുവാൻ ഒരു യുദ്ധമുണ്ട്. It is not the battle against any religion. ഏതെങ്കിലും ഒരു മതത്തോടല്ല നമുക്ക് യുദ്ധമുള്ളത്. It is not battle against any political party. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോടല്ല നമുക്ക് യുദ്ധമുള്ളത്. That battle is not against any denomination. ഏതെങ്കിലും സംഘടനയോടല്ല നമുക്ക് യുദ്ധമുള്ളത്. Our battle is not against human being. മനുഷ്യരോടുമല്ല നമുക്ക് യുദ്ധമുള്ളത്. But against the powers of darkness. അന്ധകാര ശക്തികളോടാണ് നമുക്ക് യുദ്ധമുള്ളത്. Satan has made his stronghold in different places. വിവിധ സ്ഥലങ്ങളിൽ സാത്താനന്റെ കോട്ടകളെ ഉയർത്തിയിരിക്കുകയാണ്. And we as believers should go and pull down the stronghold. നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ പോയി ആ കോട്ടകളെ നമ്മൾ ഇടിച്ച് നിരത്തേണം. As a servant of God, when I see this liquor shop, government liquor shop, and I see hundreds of people standing in queue line there, I felt grieved in my heart. ഞാനിവിടെ അടുത്ത് ആ മദ്യഷാപ്പിൽ ആളുകൾ മദ്യം മേടിക്കുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ വേദനയുണ്ടായി. So big crowd every day. എല്ലാ ദിവസവും ഒരു വലിയ ജനക്കൂട്ടം തന്നെ അവിടെയുണ്ട്. I remember when I started the church in Udhampur Gadi, one thing happened. ഉദംപൂരിൽ ഞാനൊരു സഭ ആരംഭിച്ചപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു. I was not there. I went to preach in some other village. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ പ്രസംഗിക്കാൻ പോയിരിക്കുകയായിരുന്നു. So after a week when I came, they put a board by the government to open a liquor shop about 200 yards away from our place. ഏതാണ്ട് 200 യാർഡ്സ് അപ്പുറം, ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിനപ്പുറം ഒരു ഗവൺമെന്റ് അവർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു മദ്യഷാപ്പിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. They came and inaugurated it. അവർ വന്നു ആ മദ്യഷാപ്പ് ഉദ്ഘാടനം ചെയ്തു. So in the night I went there. രാത്രി ഞാൻ അവിടെ പോയി. I walked around that shop. ഞാൻ ആ മദ്യഷാപ്പിന് ചുറ്റും നടന്നു. I, the servant of God, is here, and I command you that within 2 days this should be shifted from here. കർത്താവിന്റെ ദാസനായ ഞാൻ ഇവിടെ പാർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു, 2 ദിവസത്തിനകം ഈ മദ്യഷാപ്പ് ഇവിടെ നിന്ന് എടുത്തു മാറ്റപ്പെടണം. I just said, I just give you 2 days. ഞാൻ 2 ദിവസം അവധി തരികയാണ്. It did not take 2 days. In 1 day. 2 ദിവസം എടുക്കേണ്ടി വന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും they shifted it to a place that's about 13-15 kilometers away. ഏതാണ്ട് 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആ മദ്യഷാപ്പ് അവർ മാറ്റിക്കളഞ്ഞു ഒരു ദിവസത്തിനകം. They do not know what happened, why happened, anything, but എന്താ സംഭവിച്ചോ എങ്ങനെയാ സംഭവിച്ചോ ഒന്നും അവർക്ക് അറിയത്തില്ല. I said, I, the servant of God, is here, and it's satanic forces. You have to move out from here. ഞാൻ പറഞ്ഞ ഞാൻ കർത്താവിന്റെ ദാസനാണ്, ഞാനിവിടെ പാർക്കുന്നു. അന്ധകാര ശക്തിയെ, സാത്താന്യ ശക്തി നിന്റെ ആയുധമായിട്ട് ഇവിടുന്ന് പൊക്കോണമെന്ന്. And I was fighting against them. അവിടെ ഞാൻ യുദ്ധം ചെയ്യുകയായിരുന്നു. Similarly, I can tell you several experiences. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. But what I want to tell you, brothers, sisters, your job is to fight against principalities, powers, and all other wicked spirits that attracts the attention of the people. എൻ്റെ പ്രിയ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ തീർച്ചയായും വാഴ്ചകളോടും അധികാരങ്ങളോടും വിശുദ്ധന്മാരുടെ മനസ്സുകളെ കവർന്നെടുക്കുന്ന അന്ധകാര ശക്തികളോട് നമ്മൾ യുദ്ധം ചെയ്യണമെന്നുള്ളതാണ്. What we are doing these days, ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? whatever Satan has forsaken, we pick them up. പിശാച് ഉപേക്ഷിച്ചതല്ല നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. Whatever Satan could, all the good things Satan eats away. ആമേൻ. പിശാച് നല്ല നല്ല കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. He eats them. അവ തിന്നുകൊണ്ടിരിക്കുക. And whatever he has thrown away, we pick up. അവന് ഇഷ്ടമല്ലാത്ത എറിഞ്ഞു കളഞ്ഞതെല്ലാം നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. പിശാചിന്റെ ഉച്ചിഷ്ടം.
We are not sent for that. നമ്മൾ പിശാചിന്റെ ഉച്ഛിഷ്ടം എടുക്കേണ്ടവരല്ല. We should drive him out. നമ്മൾ അതിനെ ത്യജിക്കേണ്ടവരാണ്. We should drive Satan's forces. നമ്മൾ സാത്താന്യ ശക്തികളെ ഓടിക്കേണ്ടവരാണ്. Hallelujah. Praise the Lord. Pull down the stronghold of the enemy. ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ച് തകർക്കുക. That is number 1 of the ministry. അതാണ് ശുശ്രൂഷയിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. Whenever we go and start a ministry in a village, in a new town or a village, ഏതെങ്കിലും ഒരു പുതിയ പട്ടണത്തിലോ ഗ്രാമത്തിലോ പോയി നമ്മളൊരു വേല ആരംഭിക്കുമ്പോൾ we spend at least 2 or 3 or 4 days to walk around and fight against all the wicked spirits in that village. 3-4 ദിവസം ആ ഗ്രാമത്തിന് ചുറ്റും നടന്നുകൊണ്ട് അവിടെ വാഴുന്ന എല്ലാ അന്ധകാര ശക്തികളോട് നമ്മൾ യുദ്ധം ചെയ്യണം. That's what we do every day. അതാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടത്. In northern India, that's how we do the ministry. വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. If we go to a new place, ഞങ്ങളൊരു പുതിയ സ്ഥലത്ത് ചെന്നാൽ we walk around all the places. ഞങ്ങൾ അവിടെ ചുറ്റും ആ ദേശം മുഴുവൻ നടക്കും. Some trees may be there whom people are worshipping. അവിടെ ചിലപ്പോൾ മനുഷ്യരെ ആരാധിക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകും. So many things are there. ഒരുപാട് ആരാധന മൂർത്തികൾ അവിടെയുണ്ട്. I do not want to mention all the names. അതിന്റെ എല്ലാം പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. We go round and round. When people sleep, we'll be walking round and round and fighting against them. ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ ചുറ്റും നടന്ന് ആ ശക്തികളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും. And after 3 days or 4 days, when we see that the powers have come down, then we start preaching the word of God. 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ ശക്തികളെല്ലാം പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഞങ്ങൾ പതിയെ ദൈവത്തിന്റെ വചനം പങ്കിടാൻ തുടങ്ങും. Hallelujah. Praise the Lord. Of course, we get beaten up also. ആമേൻ. തീർച്ചയായിട്ടും നമ്മൾ ദൈവം പ്രസംഗിക്കണം. We get beaten up. നമുക്ക് അടിയൊക്കെ കിട്ടും, ഉറപ്പാണ്. But God will give us victory. എന്നാൽ ദൈവം അനുഭൂതി നമുക്ക് ജയം നൽകും. Hallelujah. Praise the Lord. So brothers, our number 1 job is to pull down the stronghold of the enemy. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമത്തെ നമ്മുടെ പരിപാടി ശത്രുവിന്റെ കോട്ടകളെ മറിച്ചിടുക എന്നുള്ളതാണ്. Do you know the stronghold of Trishur? തൃശ്ശൂരിന്റെ കോട്ട എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? How many of you have fought with the force of darkness of Trishur town? തൃശ്ശൂർ ടൗണിൽ വാഴുന്ന അന്ധകാര ശക്തിയോട് എത്ര പേര് യുദ്ധം ചെയ്തിട്ടുണ്ട്? This is Bible class. We are searching our hearts. ഇത് ബൈബിൾ ക്ലാസ് ആണ്. ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. We are searching our hearts. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശോധന ചെയ്യുകയാണ്. Have you ever thought of that? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Where are the stronghold of Satan? എവിടെയെല്ലാമാണ് ശത്രുവിന്റെ കോട്ടകൾ ഉള്ളത്? First, we must pull down that stronghold. ഒന്നാമത് അതിനെല്ലാം നമ്മൾ തള്ളിയിട്ടേ മതിയാകും. That's how the ministry starts. അങ്ങനെയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. That's a battle. അതാണ് യുദ്ധം എന്ന് പറയുന്നത്. Paul says we wrestle against principalities and powers. അത് വാഴ്ചകളോടും അധികാരങ്ങളോടും നമ്മൾ യുദ്ധം ചെയ്യുന്നു എന്നാണ്, മല്ലയുദ്ധം ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. Hallelujah. Praise the Lord. For all the powers, my dear brothers and sisters, we must come forward to fight. എല്ലാ ഈ ശക്തികളോടെല്ലാം നമ്മൾ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നേ മതിയാകത്തുള്ളൂ. Then only you can march forward. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾ ജയത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. In the battle, will you get wounded? ഈ യുദ്ധത്തില് നമുക്ക് will you get wounded? നിങ്ങൾക്ക് മുറിവേറ്റേക്കാം. You will get wounded. നിങ്ങൾക്ക് മുറിവ് ലഭിക്കും. You know, every army when they go for battle, they prepare hospitals also. നിങ്ങൾക്കറിയാമോ, യുദ്ധത്തിന് വേണ്ടി പട്ടാളക്കാർ പോകുമ്പോൾ അവരുടെ കൂടെ ഹോസ്പിറ്റൽ കൂടെ പോവുകയാണ്. Because they know some soldiers will get wounded. അവർക്കറിയാം യുദ്ധം ചെയ്യുമ്പോൾ ചില മുറിവുകൾ ഉണ്ടാകുമെന്നും പട്ടാളക്കാർക്ക് മുറിവേൽക്കുമെന്നും. Therefore the hospitals are ready. അതുകൊണ്ട് അവരുടെ കൂടെ ആശുപത്രിയുടെ സജ്ജീകരണങ്ങളും കൂടെ പോവുകയാണ്. In the same way, when you go for the battle, you will also get wounded. അതുപോലെ തന്നെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മുറിവേൽക്കും. അത് സത്യമാണ്. 1 Timothy chapter 1 verse 18 Paul says, 1 തിമോഥെയോസ് 1:18 വാക്യത്തിൽ പൗലോസ് പറയുന്നു, 1 Timothy chapter 1 verse 18, 1 തിമോഥെയോസ് 1:18 വാക്യം,
This charge I commit unto thee, son Timothy, according to the prophecies which went before only, that thou by them mightest war a good warfare. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. Hallelujah. Praise God. In the first century, they were all involved in the fighting. ഒന്നാം നൂറ്റാണ്ടിൽ അവരെല്ലാവരും യുദ്ധസേവയിൽ പങ്കെടുത്തവരാണ്. Ministry, preaching the word of God, is a battle. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധമാണ്. That is the strongest battle. അത് ഏറ്റവും ശക്തിയേറിയ ഒരു യുദ്ധമാണ്. I've been in the army and as an officer, and I know how the battle. പട്ടാളത്തിൽ ഞാനൊരു ഓഫീസറായിരുന്നത് കൊണ്ട് യുദ്ധം എങ്ങനെയാണുള്ളതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. So in the battle, situation is not always normal. യുദ്ധത്തിൽ എപ്പോഴും സാഹചര്യങ്ങൾ സാധാരണമായിരിക്കുകയില്ല. Situations will be very hard sometime. ചിലപ്പോൾ കഠിനമായ സാഹചര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. We must be spiritually and mentally prepared to face the battles. നമ്മൾ ആത്മീയമായും മാനസികമായും യുദ്ധത്തെ അഭിമുഖീകരിക്കുവാൻ ഒരുക്കപ്പെടേണ്ടതുണ്ട്. Our battle is not against human beings, നമ്മുടെ യുദ്ധം ഒരിക്കലും മനുഷ്യരോടല്ല, but all the wicked forces of darkness, എല്ലാ അന്ധകാര ശക്തികളോടുമാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടത്. the wicked spirits that control human beings. ആമേൻ. മനുഷ്യരെ നയിക്കുന്ന എല്ലാ ദുരാത്മശക്തികളോടും നാം യുദ്ധം ചെയ്യണം. What Paul says when he writes his last letter to Timothy. തിമോത്തിയോസിനെ തന്റെ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്താണ് പറഞ്ഞത്? He did not say how many people I baptized. ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല ഞാൻ എത്ര ആളുകളെ സ്നാനപ്പെടുത്തി എന്നും മറ്റും. He did not say how many churches I established. ഞാൻ ഇത്ര സഭകൾ സ്ഥാപിച്ചെന്നൊന്നും അദ്ദേഹം എഴുതിയില്ല. He did not write how many people I healed. ഇത്ര രോഗികളെ ഞാൻ സൗഖ്യമാക്കിയെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. But he says what? എന്നാൽ ഒരു കാര്യം പറഞ്ഞു, I fought a good fight. ഞാൻ നല്ല പോർ പൊരുതു എന്ന്. I fought a good fight. ഞാൻ നല്ല പോർ പൊരുതു എന്ന് അദ്ദേഹം പറഞ്ഞു. When he was fighting in the battle, he also got wounded. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ യുദ്ധസേവ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹവും മുറിവേറ്റവനായി തീർന്നു. So he gives a list of his wounds in 2 Corinthians chapter 11. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൽ അദ്ദേഹം തന്റെ മുറിവുകളുടെ എണ്ണം പറയുന്നുണ്ട്. 2 Corinthians chapter 11 verse 23 onwards. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന് 23 മുതൽ Are they ministers of Christ? I speak as a fool. I am more in labors more abundant, in stripes above measure, in prisons more frequent, in deaths often. Of the Jews 5 times received I 40 stripes save one. Thrice was I beaten with rods. Once I was stoned. Thrice I suffered shipwreck. And night and day I have been in the deep. In journeying often. In perils of waters. In perils of robbers. In perils by mine own countrymen. In perils by the heathen. In perils in the city. In perils in the wilderness. In perils in the sea, in perils among false brethren, in weariness and painfulness and watching and often, in hunger and thirst and fasting, often in cold and nakedness. Up to 27. 27 വാക്യം. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറയ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോൽനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം മുറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾക്ക് ഭവിച്ചുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. See, look at the sufferings of Paul. പൗലോസിന്റെ കഷ്ടതകളിലേക്ക് ഒന്ന് നോക്കുക. This is none of this for his personal sanctification. ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതല്ലായിരുന്നു.
These were all he suffered for the body of Christ. ഇതെല്ലാം അദ്ദേഹം സഹിച്ചത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയാണ്. That's why he said, I rejoice in the suffering that is left behind. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആ കഷ്ടതയിൽ അത് സന്തോഷിക്കുന്നുവെന്ന്. In Galatians chapter 6 verse 17 we read like this. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, From henceforth let no man trouble me, for I bear in my body the marks of the Lord Jesus. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. Hallelujah. Praise the Lord. Friends, if Jesus Christ comes today, we all will be in heaven. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് യേശു എന്ന് വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും സ്വർഗ്ഗത്തിലുണ്ടാകുമോ? And to think that Jesus has come today, ഇന്ന് യേശു വരുമെന്ന് ചിന്തിക്കുക. we are all in heaven. നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിലാണ്. Saints stand there in the line. എല്ലാ വിശുദ്ധന്മാരും അവരുടെ നിരയിൽ നിൽക്കുന്നു. Paul is in his line. പൗലോസും തന്റെ നിരയിൽ നിൽക്കുന്നുണ്ട്. You can ask a question to Paul. അപ്പോൾ നമുക്ക് പൗലോസിനോട് ഒരു ചോദ്യം ചോദിക്കാം. What are all these marks? നിന്റെ ശരീരത്തിൽ കാണുന്ന ഈ അടയാളങ്ങൾ എന്തൊക്കെയാണ്? Then he will say, look at my master Jesus. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ ഗുരുവായ യേശുവിലേക്ക് നോക്കുക. All the saints who suffered for Christ are standing there. കർത്താവായ യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച വിശുദ്ധന്മാരെല്ലാവരും നിരനിരയായിട്ട് അവിടെ നിൽക്കുന്നു. 20th century saints from Kerala also go and stand there. 20ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ വിശുദ്ധന്മാരും അവിടെ നിലനിൽക്കുന്നുണ്ട്. They say like this, അവരിങ്ങനെ പറയും, because Christ suffered, we need not suffer. അവർ പറയുന്നത്, നമ്മൾ കർത്താവ് കഷ്ടം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇനി കഷ്ടം അനുഭവിക്കണ്ട എന്നാണ്. This is the new revelation. ഇതൊരു പുതിയ വെളിപ്പാടാണ്. For the 20th century, God gave a special revelation for the saints of Kerala. കേരളത്തിലെ വിശുദ്ധന്മാർക്ക് 20ാം നൂറ്റാണ്ടിൽ ദൈവം ഒരു പ്രത്യേക വെളിപ്പാട് കൊടുത്തിരിക്കുക. Jesus Christ suffered, therefore we need not suffer. യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇനി കഷ്ടം അനുഭവിക്കണ്ട എന്ന വെളിപ്പാട്. I would like to illustrate it with a small illustration. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ കാര്യം വിവരിക്കാൻ ആഗ്രഹിക്കുക. Think that I am working in Saudi Arabia. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. I sent 20 lakhs of rupees to my wife. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് 20 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. And I wrote a letter to my wife. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി, My wife, I am working hard here. ഭാര്യ സഹോദരി, ഞാനിവിടെ വളരെ കഠിനമായ ജോലി ചെയ്യുകയാണ്. I am sending this 20 lakhs to you. ഞാൻ 20 ലക്ഷം രൂപ നിനക്ക് അയച്ചു തരുന്നു. Buy a plot and construct a house so that we may live together peacefully. അതുകൊണ്ട് മനോഹരമായൊരു ഭവനം അവിടെ നീ പണിയണം, നമുക്ക് ഒരുമിച്ച് അതിൽ പാർക്കുവാൻ വേണ്ടിയാണ്. Buy a plot and construct a house. ഒരു നല്ല സ്ഥലം വാങ്ങിച്ച് അവിടെ നല്ലൊരു വീട് പണിയുക. So as soon as this 20 lakhs rupees received by my wife, എൻ്റെ ഭാര്യ ആ 20 ലക്ഷം രൂപ സ്വീകരിച്ച ഉടനെ തന്നെ she began to think, അവളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, oh, my husband is working in Saudi Arabia. എൻ്റെ ഭർത്താവ് സൗദി അറേബ്യയിൽ അവിടെ ജോലി ചെയ്യുകയാണ്. So I must also live here in the level suitable to my husband. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇവിടെ ജീവിക്കണം. So first I'll buy a car of 8 lakhs. അതുകൊണ്ട് 8 ലക്ഷം രൂപ മുടക്കി സുന്ദരമായ ഒരു കാറ് ആ സഹോദരി വാങ്ങിച്ചു. Why? എന്തുകൊണ്ട്? My husband is working in Saudi Arabia. എൻ്റെ ഭർത്താവ് അവിടെ സൗദി അറേബ്യയിലാണ്. And she bought some clothes and some all other things and spent 19 lakhs. അങ്ങനെ കുറെ വസ്ത്രങ്ങളും അതും ഇതൊക്കെ വാങ്ങിച്ച് 19 ലക്ഷം രൂപ ചെലവാക്കി. With 1 lakh she bought little plot. 1 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ചെറിയ സ്ഥലവും വാങ്ങിച്ചു. Then after 4 months she get a information, I am coming. 4 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു അറിവ് കിട്ടി, ഭർത്താവ് മടങ്ങി വരുന്നു. Then she brings the beautiful car. പെട്ടെന്ന് ആ സഹോദരി ആ മനോഹരമായ കാർ കൊണ്ടുവരുന്നു. It's full of perfumes. അതിനകത്ത് പെർഫ്യൂം എല്ലാം അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. And my wife is wearing beautiful sari and beautifully adorned herself.
വളരെ മനോഹരമായി ചമഞ്ഞൊരുങ്ങി അവൾ സാരി കൊടുത്ത് വന്നേക്കുകയാണ്. So when I get down from the airport, ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ I see my wife standing there, beautiful. എൻ്റെ ഭാര്യ വളരെ സുന്ദരിയായിട്ട് അവിടെ നിൽക്കുകയാണ്. And then she embraced me and it was full of perfume. അവൾ എന്നെ ആലിംഗനം ചെയ്തപ്പോൾ ആ പെർഫ്യൂമിന്റെ സുഗന്ധം പരിമളത അവിടെ പരക്കുകയാണ്. And then she brought me to the car. ആ സഹോദരി എന്നെ കാറിലേക്ക് ആനയിച്ചു. And when the door is opened, it's full of perfume. അതിന്റെ വാതിൽ തുറന്നപ്പോഴേക്കും സുഗന്ധത്തിന്റെ പരിമളം അവിടെ പരക്കുകയാണ്. Oh, then we come to our place. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് വന്നു. And I see, where is the house? ഞാൻ ചോദിച്ചു, എവിടെയാ നമ്മുടെ വീട്? Oh, I purchased a plot. You go work another 2 years and then send some money, then I'll complete the house. അതെ, ഞാൻ ഒരു ചെറിയ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അച്ചായൻ പിന്നെയും പോയി കഠിനമായ ജോലി ചെയ്ത് കുറച്ച് പൈസ അയച്ചതാ, പിന്നെ നമുക്ക് വീട് പണിയാമല്ലോ. You know, you are in Gulf country. താങ്കൾ ഗൾഫിലല്ലേ ജോലി ചെയ്യുന്നത്? I must live in the status of Gulf country. അച്ചായൻ അവിടെ ഗൾഫിലായിരിക്കുമ്പോൾ അതിൻ്റെതായ അന്തസ്സിൽ വേണ്ടി എനിക്ക് ഇവിടെ ജീവിക്കാൻ. So that's why I bought this car and furniture and everything. അതുകൊണ്ടാണ് ഞാൻ ഈ കാറും ഈ ആർഭാടങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയത്. Because you are in the Gulf. താങ്കൾ ഗൾഫിലായതുകൊണ്ടാണ്. My wife can do another thing also. എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. She got the money. അവൾക്ക് പണം കിട്ടിക്കഴിയുമ്പോൾ Yes, 20 lakhs has come. 20 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. How much my husband would have worked hard to get this 20 lakhs. ഈ 20 ലക്ഷം സമ്പാദിക്കുവാൻ എൻ്റെ ഭർത്താവ് എത്രമാത്രം കഷ്ടപ്പെട്ടതാണ്. He is working in that desert area. ആ മരുഭൂമിയിൽ കിടന്ന് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുകയാണ്. Somehow I must complete the construction of the building before he comes. അതുകൊണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു മനോഹരമായ ഭവനം എനിക്ക് ഇവിടെ തീർക്കണം. This 20 lakh is a costly money. ആമേൻ. 20 ലക്ഷം എന്ന് പറയുന്നാൽ വലിയൊരു, അത് വളരെ വലിയൊരു തുകയാണ്. His blood is there in this money. ഈ പണത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ രക്തമുണ്ട്. He worked very hard. വളരെ കഠിനമായ ജോലി ചെയ്ത് സമ്പാദിച്ച പണമാണിത്. I must complete the house. എനിക്ക് ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കിയേ മതിയാകും. So she bought a place. ഒരു സ്ഥലം വാങ്ങിച്ചു. She started working. അവിടെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. When they were working, sometime problem of laborers have come. ആമേൻ. അവര് പണിയാൻ ആരംഭിച്ചപ്പോൾ ഒരുപാട് ജോലിക്കാർ വന്നു. Problems of laborers have come. തൊഴിൽ പ്രശ്നങ്ങൾ കടന്നു വന്നു. Then she began to work herself. അങ്ങനെ വന്നപ്പോൾ അവൾ തന്നെ കഠിനമായി അധ്വാനിച്ചു. Among the laborers she is working. ആമേൻ. വേലക്കാരോട് കൂടെ അവളും അധ്വാനിക്കുകയാണ്. Then there's lack of money. Some more money needed. പണത്തിന്റെ ഷോർട്ടേജ് വന്നു. അതുകൊണ്ട് കുറച്ച് പണം കൂടെ ആവശ്യമുണ്ട്. Then she sold some of her sarees. മറ്റു ചില സോഴ്സുകൾ അവൾ കണ്ടെത്തി. Sold some of her sarees. കുറെ സാരി എല്ലാം അവൾ വിറ്റു. അങ്ങനെ പണം സമ്പാദിച്ചു. Sold some of the household items. വീട്ടിലെ ചില ഉപകരണങ്ങളെല്ലാം വിറ്റ് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കി. And she began to restrict her food. അത് ഭക്ഷണത്തിൽ അല്പം ചില ഞെരുക്കങ്ങളൊക്കെ വരുത്തി, കുറവ് വരുത്തി. Somehow the house must be completed. അങ്ങനെ വളരെ ഞെരുക്കിയും പിടിച്ചുമൊക്കെ ആയിട്ട് ആ ഭവനത്തിന്റെ പണി her heart says, somehow I must complete the work. അവളുടെ ഹൃദയം പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കിയേ മതിയാകും. Somehow I must complete. എങ്ങനെയെങ്കിലും എനിക്ക് അതിന്റെ പണി പൂർത്തിയാക്കണം. She became very black. അവള് പണി ചെയ്ത് വളരെ കറുത്തു. Became very weak. ബലഹീനയായി. No slipper. ചെരുപ്പില്ല. She got a message, I am coming. അപ്പോഴാണ് അവളുടെ ഭർത്താവൻ വരുന്നു എന്നൊരു മെസ്സേജ് അവൾക്ക് കിട്ടിയത്. She didn't have money to hire a car. വാടകയ്ക്ക് ഒരു കാർ എടുത്ത ഭർത്താവിനെ കൊണ്ടുവരാൻ പോലും അവളുടെ കയ്യിൽ പണമില്ല. Somehow she reached the airport. ഒരു വിധത്തിൽ അവൾ എയർപോർട്ടിലെത്തി. And I come down from there. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിൽ നിന്നും മടങ്ങി ഇവിടെ എത്തി. When I come down in the crowd, I see a black lady standing. ഞാൻ എയർപോർട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ നോക്കിയപ്പോൾ കറുത്തിരുണ്ട ഒരു പെണ്ണ് അവിടെ നിൽക്കുന്നു. Very weak. വളരെ ബലഹീനയായ ഒരു സ്ത്രീ. I come and ask her, why you are so weak?
ഞാൻ വന്ന് ചോദിച്ചു, എന്താണ് നീ ഇത്ര ക്ഷീണിതയായി കാണുന്നത്? Oh, don't worry, I'll tell you later. അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട, ഞാൻ പിന്നീട് അതൊക്കെ പറയാ ചായ എന്ന് പറഞ്ഞു. So, how we go back to our home? I asked her. ഞാൻ അവളോട് ചോദിച്ചു, എങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും? See, I came by the bus. അവൾ പറഞ്ഞു, ഞാൻ ബസ്സിനാണ് വന്നത്. If you have some money, then we can take a car and go. അച്ഛനയിൽ പണമുണ്ടെങ്കിൽ നമുക്ക് ഒരു കാർ എടുത്ത് വീട്ടിലേക്ക് പോകാം. Because you have some boxes, some suitcases there. ഒരു സൂട്ട് കേസും പെട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ലല്ലോ. So I spent little money and hired a taxi and loaded everything. അങ്ങനെ കുറച്ച് പൈസ കൊടുത്ത് ടാക്സി പിടിച്ചു, കാര്യങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി. And we came, and she said, and came to the front of the house. അങ്ങനെ ഞങ്ങൾ ആ പുതിയ വീടിന്റെ മുമ്പിൽ വന്നു. Unloaded all the luggage. എല്ലാ ലഗേജും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറക്കി. Then we go into the room. ഞങ്ങൾ വീടിന്റെ മുറിയിലേക്ക് പോയി. Then she will hold my hand and says, അവൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, you are working very hard there. നിങ്ങൾ അവിടെ വളരെ കഠിനമായി ജോലി ചെയ്യുന്നു. It's my part to complete this work. അതുകൊണ്ട് ഈ വീടിന്റെ പണി പൂർത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. There were labor problems. ഒരുപക്ഷെ തൊഴിൽ പ്രശ്നമുണ്ടാകാം. There were labor problems. തൊഴിൽ പ്രശ്നമുണ്ടായിരുന്നു. I worked. ഞാൻ വളരെ കഠിനമായി അതുകൊണ്ട് തന്നെത്താൻ ജോലി ചെയ്യേണ്ടി വന്നു. My hands became rough. എൻ്റെ കൈകളെല്ലാം തഴമ്പ് വീണ് പരുക്കനായി. I sold some of the sarees. എൻ്റെ ചില വസ്ത്രങ്ങളെല്ലാം എനിക്ക് വിൽക്കേണ്ടി വന്നു. I did not eat regular food. ഞാൻ എല്ലാ നേരവും ഭക്ഷണം കഴിച്ചിട്ടില്ല. But I completed the work. എന്നാൽ ഞാൻ എന്നെ ഏൽപ്പിച്ച വേല പൂർത്തിയാക്കി. Then at that time what I will say? ആ സമയത്ത് ഞാൻ എന്തായിരിക്കും പറയുക? You are my beloved faithful wife. നീയാണ് എൻ്റെ ഏറ്റവും വിശ്വസ്തയായ പ്രിയപ്പെട്ട ഭാര്യ. That's what we are going to hear from heaven. അതാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് കേൾക്കേണ്ട വാചകങ്ങൾ. Jesus the cornerstone just started the work. യേശുക്രിസ്തു എന്ന മൂലക്കല്ല് വേല ആരംഭിച്ചു. Stone, you must complete the work. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ആ വേല പൂർത്തിയാക്കിയേ മതിയാകും. Praise God. You and I must work hard and complete the ministry. അതേ ശുശ്രൂഷ തികയ്ക്കുവാൻ നിങ്ങൾ വളരെ കഠിനമായി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. We may have to lay down our life. ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ട് ബലി കഴിക്കേണ്ടി വന്നേക്കാം. We must be ready for that. നമ്മൾ അതിനു വേണ്ടി തയ്യാറായിരിക്കണം. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let's close our eyes in prayer. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. Soon we'll have to stand before Christ. Hallelujah. Soon we'll have to stand before Christ. വളരെ അനധിവിദൂര ഭാവി നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ പോവുകയാണ്. Let us work hard. അതുകൊണ്ട് നമുക്ക് വേല ദ്രുതഗതിയിൽ ചെയ്യാം. Let us fight the battle. നമുക്ക് നമ്മുടെ യുദ്ധസേവ ചെയ്യാം. Don't worry about the wounds. മുറിവുകളെ കുറിച്ച് ഓർത്ത് നമ്മൾ സമയം കളയരുത്. This is not the time to take rest. ഇത് വിശ്രമിക്കുവാനുള്ള സമയമല്ല. The rest time is coming. വിശ്രമിക്കുവാനുള്ള സമയം വരുന്നതേയുള്ളൂ. Our rest will start in New Jerusalem. പുതിയ യെരുശലേമിലാണ് നമ്മുടെ വിശ്രമം ആരംഭിക്കുന്നത്. Till that time we are in the battle. ആ സമയം വരെയും നമ്മൾ യുദ്ധകളത്തിലാണ്. Children of Trishur, I remind you that we are all in the battlefield. തൃശ്ശൂരിലെ ദൈവമക്കളെ, നമ്മളെല്ലാവരും യുദ്ധകളത്തിലാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. This is not the time to take rest. ഇത് വിശ്രമിക്കുവാനുള്ള സമയമല്ല. This is the time to work hard. ഇത് കഠിനമായി അധ്വാനിക്കേണ്ട ദിനങ്ങളാണ്. This is the time to finish the work. നമ്മുടെ വേല തികയ്ക്കേണ്ട നാളുകളാണിത്. Look at the enemy standing boldly in different places. അത് വിവിധ സ്ഥലങ്ങളിൽ ശത്രു തന്റെ അടുത്തോടെ നിവർന്നു നിൽക്കുന്നത് ഒന്ന് കണ്ടാട്ടെ. Who will go and attack here? ആര് പോയി അവനെ ആക്രമിക്കും?
Who will go and attack him? ആര് പോയി അവനെ ആക്രമിക്കും? You saints should go and attack. ഓ താങ്കളാണ്, നിങ്ങളാണ് വിശുദ്ധന്മാരെ അത് ചെയ്യേണ്ടത്. Every enemy, every stronghold of the enemy of Trishur should be brought down. ഈ തൃശ്ശൂരിലെ ശത്രുവിന്റെ സകല കോട്ടകളും എല്ലാ ശത്രുവും തകർന്നു വീണേ മതിയാകൂ. Till every stronghold is pulled down, you have no right to take rest. അതോ ശത്രുവിന്റെ കോട്ടകൾ തള്ളിയിടുന്നത് വരെ നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ അവകാശമില്ല. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Porkella മുൻപിൽ പിന്മാറുകയോ പടി വാതിലിനി ഞാൻ തളരുകയോ. Porkella മുൻപിൽ പിന്മാറുകയോ പടി വാതിലിനി ഞാൻ തളരുകയോ. ഒന്നു ഞാൻ ചെയ്യുന്നു, മുൻപിലേക്ക് ഓടുന്നു, വിരുദൊന്നു താനേ ലക്ഷ്യം. ഒന്നു ഞാൻ ചെയ്യുന്നു, മുൻപിലേക്ക് ഓടുന്നു, വിരുദൊന്നു താനേ ലക്ഷ്യം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ ചെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ ചെല്ലും ഭയപ്പെട്ടില്ല. നിന്നിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. മലരും നീ ആഴിയിൽ അലയതിഘോരം, തോന്നുന്നു ഭീതിയൻ ഹൃദിഭാരം. മലരും നീ ആഴിയിൽ അലയതിഘോരം, തോന്നുന്നു ഭീതിയൻ ഹൃദിഭാരം. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ, പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ, എന്തു കാത്ത് കരമതിനാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നി പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നി പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകര വീരപുമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകര വീരപുമാൻകളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം,